സാധിക്കത്തില്ലെന്ന് ഇത് പറയുന്ന ആൾക്കാർ കേൾക്കണം. ഇവിടെ രാഷ്ട്രീയമല്ല, ഒരു വിദേശ നയം എന്ന് പറഞ്ഞ രാഷ്ട്രീയം കളിക്കരുത്. ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പാണ് വിദേശ നയത്തിലൂടെ നമ്മൾ തെളിയിക്കുന്നത്. ഇറാൻ നമ്മുടെ സൗഹൃദ രാജ്യം തന്നെയാണ്, നമ്മൾ സമ്മതിക്കുന്നു. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തില് ഈ പ്രധാനമന്ത്രിയല്ല, സാക്ഷാത് സോണിയാഗാന്ധിയാണ് ആ സ്ഥലത്തിരുന്നെങ്കിൽ സോണിയാഗാന്ധിക്ക് പോലും പറയാൻ സാധിക്കത്തില്ല എന്നുള്ള കാര്യം നമ്മൾ നിഷ്പക്ഷമായിട്ട് അംഗീകരിക്കുക തന്നെ വേണം. സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയം കളിക്കുവാണ്. അതായത് ഇന്ത്യൻ ഡിഫൻസിന്റെ നിലപാടെന്താ, അവിടെ ഓരോ എഗ്രിമെന്റിന്റെ കാര്യങ്ങള് ലോക്സഭയിൽ വെളിപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുന്ന രാഹുൽ ഗാന്ധിയുടെ നിലപാട് നമുക്ക് എത്ര മ്ലേച്ഛമായിട്ടേ കാണാക്കൂ. അതേപോലെ ഒരു മ്ലേച്ഛമായ ഒരു പ്രസ്താവനയാണ് ഈ സോണിയാഗാന്ധി നടക്കിയിരിക്കുന്നത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. യെസ്, ഓക്കെ, വ്യക്തമാണ്. അപ്പം ഞാൻ നമ്മുടെ വി വിനോദിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. വിനോദ്, ഇന്ന് നേരത്തെ ഈ അൽറാസ് സറാഫിയെ ഒരു താൽക്കാലിക പരമോന്നത നേതാവ് തരത്തിൽ ആണ് ഇറാൻ കണ്ടിരുന്നത്. ഇപ്പോൾ അന്തിമ തീരുമാനം അത് സംബന്ധിച്ച് വന്നു എന്ന വിവരങ്ങൾ ലഭിക്കുന്നു. വിനോദ്, എന്താണ് അവിടെ നിന്നുള്ള ഇറാനിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? മനു, അസർബൈജാനെ കൂടി ഇപ്പോൾ ഇറാൻ ആക്രമിച്ചു എന്ന വിവരം വരുന്നുണ്ട്. ഇസ്രായേലിന് വലിയ തോതിൽ ഇന്ധനം നൽകുന്ന ഒരു രാജ്യമാണ് അസർബൈജാൻ. അതുകൊണ്ട് തന്നെ അവിടേക്കുള്ള ആക്രമണം കടുപ്പിക്കാനാണ് ഇറാൻ തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഈ GCC രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണം, പ്രത്യേകിച്ച് ആ രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് നേരെയല്ല, മറിച്ച് അമേരിക്കയ്ക്ക് അവിടെ കൈമാറിയിട്ടുള്ള സ്ഥലങ്ങൾ, അവരുടെ എയർബേസുകളായിട്ടുള്ള ഇടങ്ങൾ, അവർ യുദ്ധത്താവളങ്ങളാക്കിയിട്ടുള്ള ഇടങ്ങൾ, അവിടേക്കായിരുന്നു കഴിഞ്ഞ ദിവസം ഇറാൻ്റെ ആക്രമണം. ഇന്നിപ്പോൾ അത് അസർബൈജാനിലേക്ക് കൂടി നീണ്ടിരിക്കുന്നു. ഇസ്രായേലിനെ സഹായിക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചാണ് അത്തരമൊരു നടപടി ഇപ്പോൾ ഇറാൻ കൈക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആയത്തുള്ള ഖമനയുടെ മകൻ മുസ്തഫ ഖമനയി അധികം താമസിയാതെ ഇറാൻ്റെ പരമാധികാരിയായി ചുമതലയേൽക്കുമെന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം താൽക്കാലിക മേധാവിയെ കൊണ്ടുവന്നിരുന്നു. അദ്ദേഹം ഉൾപ്പെടെ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങൾ കൂടി അതിനുശേഷം പുറത്തു വന്നു. ഇനി മുസ്തഫ വന്നാലും വധിക്കുമെന്ന് തന്നെയാണ് ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുള്ളത്. കൊല്ലപ്പെടുന്നതിന് വേണ്ടിയുള്ളൊരു ലക്ഷ്യം വീണ്ടും വരുന്നു എന്നാണ് ഇസ്രായേൽ നെതന്യാഹുവിൻ്റെ ഒരു പരാമർശം ഉണ്ടായിട്ടുള്ളത്. വിനോദ്, ഇപ്പോൾ മുസ്തഫ ഖമേനിയെ അടുത്ത പരമോന്നത നേതാവായി പ്രഖ്യാപിക്കുമെന്ന് പറയുമ്പോൾ തന്നെ ഇസ്രായേൽ പറയുന്നു ഇറാൻസ് നെക്സ്റ്റ് സുപ്രീം ലീഡർ ടു ബി ടാർഗറ്റഡ് ഫോർ എലിമിനേഷൻ, തട്ടിക്കളയാനായി അടുത്തയാളെ കിട്ടിയിരിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് വരുന്നത്. ഇസ്രായേൽ ഡിഫൻസ് മിനിസ്റ്റർ ഇസ്രായേൽ കാട്സ് ആണ് എക്സിൽ ഇങ്ങനെ കുറിക്കുന്നത്. എവറി ലീഡർ അപ്പോയിന്റഡ് ബൈ ദി ഇറാനിയൻ ടെറർ റെജീം ടു കണ്ടിന്യൂ ആൻഡ് ലീഡ് ദി പ്രോഗ്രാം for the destruction of Israel, to threaten the United States and the free world and the countries of the region and to suppress Iranian people will be unequivocal target for elimination. ഞങ്ങളുടെ ലക്ഷ്യമായിരിക്കും തകർത്ത് കളയും എന്ന വെല്ലുവിളി, എന്ന ഭീഷണി ആണ് എക്സിൽ കുറിക്കുന്നു ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി. ഈ നേതാവല്ല, ഇനി ഏത് പരമോന്നത നേതാവ് ആരെ അപ്പോയിൻ്റ് ചെയ്താലും ഇറാനിയൻ ഭരണ സംവിധാനത്തിൻ്റെ തലപ്പത്തേക്കാര് വന്നാലും അവരെ തകർക്കുക. അവർ ഇസ്രായേലിനെ തകർക്കാൻ ശ്രമിച്ചാൽ, അതുപോലെ അമേരിക്കയ്ക്ക് ഒരു ഭീഷണിയായി ഉയർന്നാൽ, ലോക സമാധാനത്തിന് ഭീഷണിയായി ഉയർന്നാൽ, പ്രാദേശിക നിലനിൽപ്പിന് ഭീഷണിയായി ഉയർന്നാൽ, അത് ഇറാനിയിലെ ജനതയെ അടിച്ചമർത്തുന്ന നിലപാടുകൾ സ്വീകരിച്ചാൽ അവരെ മറ്റൊരു വ്യവസ്ഥയുമില്ലാതെ ടാർഗറ്റ് ചെയ്ത് തകർക്കും എന്ന് വളരെ കൃത്യമായി എക്സിൽ എഴുതുകയാണ്. വിനോദ്, മനു, ഇത് ഇസ്രായേലിൻ്റെ മാത്രം ഒരു തീരുമാനമല്ല. കാരണം കഴിഞ്ഞ ദിവസം ട്രംപിൻ്റെ എക്സിലെ കുറിപ്പും ഈ തരത്തിൽ വന്നിരുന്നു. അത് ടു ലേറ്റ് എന്നാണ്. അതായത് കുവൈറ്റ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചർച്ചയ്ക്കുള്ള സാധ്യതകൾ ആരായുമ്പോൾ ഇനിയൊരു ചർച്ചയേ ഇല്ല, ഇറാനെ തച്ചുടച്ചിട്ട് പിന്മാറൂ എന്ന നിലയിൽ US-ഉം അതോടൊപ്പം തന്നെ ഇസ്രായേലും നിൽക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്കാണ് UK-യുടെ ഒരു ഘട്ടത്തിലുള്ള ഇടപെടലുണ്ടായത്. അവരുടെ സൈനിക താവളം ആക്രമിച്ചപ്പോഴാണ് UK അതിൽ ഇടപെട്ടത്. പക്ഷേ പിന്നീട് UK പിന്മാറി എന്ന തരത്തിലുള്ള വിമർശനം ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് വ്യക്തമാണ്. വിനോദ്, അപ്പോൾ നമുക്ക് കൂടുതൽ ആക്രമണങ്ങളുടെയും അല്ലെങ്കിൽ തുടർ വിവരങ്ങളും ഒക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. സമാധാനത്തിനുള്ള ശ്രമങ്ങളാണ് നമ്മൾ പ്രധാനമായും ഫോക്കസ് ചെയ്യേണ്ടത്. അങ്ങനെ നടക്കുന്നുവെന്ന പ്രത്യാശ നമുക്ക് കൈവിടാനാകില്ല. ഈ ആക്രമണം ഉണ്ടാകുമ്പോഴും അതൊക്കെ നമ്മൾ നൽകുന്നത് ജനജീവിതം, സാധാരണക്കാരൻ്റെ സ്വപ്നങ്ങൾ, മനുഷ്യരുടെ പ്രയത്നങ്ങൾ ഒക്കെ കറുത്ത പുകയായി ഉയരുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണിക്കുന്നത്, ലോക ടെലിവിഷനുകളെല്ലാം കാണിക്കുന്നത് യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കണമെന്ന പ്രതീക്ഷയോടുകൂടിയാണ്. KG കുമാർ കൊട്ടാരക്കരയിൽ നിന്ന് എന്നോടൊപ്പമുണ്ട്. ചുരുങ്ങിയ വാക്കുകളിൽ കുമാർ. ഹലോ. ചുരുങ്ങിയ വാക്കുകളിൽ
ഈ ആൾക്കാർ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള ആൾക്കാർ ആവശ്യപ്പെടുന്നത് പോലെ എടുത്തു ചാടി ഇന്ത്യ ഒരു അഭിപ്രായം പറയുന്നില്ല. എന്നാലും നയതന്ത്ര തലത്തിൽ ഇന്ത്യ ചെയ്യേണ്ടതെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. കാര്യം പിന്നെ ഇപ്പൊ ഒരു കാര്യം മനസ്സിലായല്ലോ ഈ മിണ്ടാതിരുന്നുണ്ട്. കാര്യം ഈ ഇറാനിൽ ഒരു വിഷയം ഉണ്ടായി, അവിടുത്തെ ഭരണാധികാരി മരിച്ച് തീർച്ചയായിട്ടും ദുഃഖകരമായ സംഭവമാണ്. പക്ഷേ അപ്പോഴ് ഇന്ത്യയിൽ ഏതെല്ലാം ഭാഗത്തു നിന്ന് ആരെല്ലാം അതിനെ പ്രതികരിക്കും, അവരുടെ ആശങ്ക എല്ലാം നമുക്കിപ്പോൾ വ്യക്തമായി മനസ്സിലായി. പക്ഷേ ഈ ഇന്ത്യ രാജ്യത്തിനകത്ത് ഏതെല്ലാം തരത്തിലുള്ള ആക്രമണമാണ് ഈ അടുത്ത കാലത്തൊക്കെ ഉണ്ടായത്. അന്നൊന്നും ഇവർക്ക് ആർക്കും തെരുവിലിറങ്ങി ആർക്കും പ്രതിഷേധിക്കാൻ വേണ്ട. ഈ രാജ്യത്തിനോട് അവർക്ക് അത്രേ കൂറുള്ളെന്ന് മനസ്സിലായി. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഈ പുറമെ എടുത്തു ചാടി അഭിപ്രായം പറയുന്നില്ല, വലിയ ആഹാ ഓഹോ എന്നൊന്നും ആക്കുന്നില്ല എന്നുള്ളതെല്ലാം ശരിയാണ്. പക്ഷെ ഈ പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാണ് എന്ന് മാത്രം തൽക്കാലം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നരേന്ദ്രമോദി പുലി പതുങ്ങുന്നത് പോലെ പതുങ്ങുന്നു. അത് ഒളിക്കാനല്ല, അത് കുതിക്കാൻ വേണ്ടിയുള്ളതാണ്. ആ ശ്രമങ്ങൾ സമാധാനത്തിനാകട്ടെ എന്നാണ് ഞാനും വിചാരിക്കുന്നത്. അനിയൻകുട്ടൻ, ചുരുങ്ങിയ വാക്കുകളിൽ അനിയൻകുട്ടൻ. അനിയൻകുട്ടൻ്റെ ടെലിഫോൺ കട്ടാണ്. ഞാൻ ഡേവിഡ് വിജയിലേക്ക് വരാം. അതിനു മുമ്പ് എനിക്ക് നമ്മുടെ യൂട്യൂബിൽ ചില ആളുകൾ എനിക്ക് പ്രതികരണങ്ങൾ നൽകുന്നുണ്ട്. ഇറാനിലുള്ളത് കുടുംബ ഭരണമാണെന്ന് ഗ്ലാഡിയേറ്റർ പറയുന്നു. ഇസ്രായേൽ ഇന്ത്യ ഐക്യത്തെക്കുറിച്ചാണ് ജോബ് ബെർണാഡ് എനിക്ക് തംസപ്പും ഹൃദയമൊക്കെ അയക്കുന്നതിനോട് പറയുന്നത്. ഫൗസിയ ഹുസൈൻ പറയുന്നു ഇന്ത്യയുടെ വിദേശ നയം ആഭ്യന്തര രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആകരുത് എന്ന് പറയുന്നു. ഖത്തർ ഓക്കെയാണോ എന്നോട് ഷാഹു ചോദിക്കുന്നു. ഇവിടുത്തെ കുടുംബ ഭരണക്കാർ അവിടുത്തെ കുടുംബത്തെ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് ഗ്ലാഡിയേറ്ററിൻ്റെ വിമർശനം. ഭരണഘടനയാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത് എന്ന് എന്നോട് അനു വിന്ദ് പറയുന്നു. ഒപ്പം അനു വിന്ദ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്, എനിക്ക് ഇതൊക്കെ അയക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവാണോ, ലോക്സഭാ പ്രതിപക്ഷ നേതാവാണോ, ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റോ മറ്റോ ആണോ ഈ സോണിയാഗാന്ധി എന്നൊക്കെ മോഹനൻ എന്നോട് ചോദിക്കുന്നുണ്ട്. അവരൊരു പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവല്ലേ. അരുന്ധതി കോലംബറമ്പത്ത് മോദിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു. സുനിൽ കുമാർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.